ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് വരുന്നൊരു ഡൗട്ടാണ് കേട്ടോ. അവർ സ്വന്തമായിട്ട് പോർട്ടലിലൊക്കെ കയറി നോക്കുമ്പോൾ ഏത് മോഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് യൂണിവേഴ്സിറ്റി പൊതുവായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. 2 മോഡുകളുണ്ട്, കൺവെൻഷണൽ പിന്നെ പോരാത്തതിന് ട്വിന്നിങ് മോഡ്. നമ്മൾ കൂടുതലായിട്ട് കൺവെൻഷണൽ മോഡാണ് ചൂസ് ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം ട്വിന്നിങ് മോഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കണം. ട്വിന്നിങ് മോഡ് എന്ന് പറഞ്ഞാൽ അതിന് ട്വിന്നിങ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അഡ്മിഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കോളേജസ് യൂണിവേഴ്സിറ്റി തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്റേഴ്സിന് അഡ്മിഷൻ എടുക്കാനും അവരുടെ ക്ലാസ്സുകൾ കൊടുക്കാനും എക്സാംസിനും എല്ലാത്തിനുള്ള ചാർജ് ആ ട്വിന്നിങ് കോളേജസിന് മാത്രമാണ്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ട്വിന്നിങ് കോളേജസ് അല്ലെങ്കിൽ ട്വിന്നിങ് പാർട്ട്നേഴ്സ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കൺവെൻഷണൽ മോഡാണ്. കൺവെൻഷണൽ മോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അഡ്മിഷൻസ് എങ്ങനെയാണ് ഒരു ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കുക, ആ ഒരു രീതിയിലേക്കാണ് കൺവെൻഷണൽ മോഡിൻ്റെ ഒരു രീതി പോകുന്നത്. സാധാരണ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, അതിനുശേഷം PCP ക്ലാസ്സസ് എല്ലാം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് PCP ക്ലാസ്സിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധം പറയുന്നില്ല, PCP ക്ലാസ്സിന് പോകേണ്ടവർക്ക് പോവാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കുട്ടികളുടെ മെയിൽ ID തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ അധികം പോവാറില്ല. പിന്നെ ഓൺലൈനായിട്ട് PCPs അവരുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിക്കാണ് കൺവെൻഷണൽ മോഡ് പോകുന്നത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും അഡ്മിഷൻ ചെയ്യാനിരിക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവർ തന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പ്രൊസീജിയേഴ്സ് നമ്മൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ എല്ലാവരും തന്നെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് ഒരിക്കലും ഫില്ലാവില്ല. കാരണം അതിന് വേറെ ഒരുപാട് കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ പേര് നമ്മളെ അടുത്ത് ഇപ്പോൾ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ വീഡിയോസ് എല്ലാം കണ്ടിട്ട്. അപ്പോൾ അവർ നമ്മളൊരു ഷുവേർട്ടി കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അഡ്മിഷൻ തൊട്ടിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സ്, ഇവരുടെ ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷൻസ് ആണെങ്കിലും നിങ്ങളുടെ എക്സാമിന്റെ റിലേറ്റഡ് അപ്ഡേറ്റ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ തന്നെയാണ് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുക്കണം എന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ നമ്മൾ എടുത്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ സൈറ്റിലെ ഫീസ് തന്നെ എന്താണ് സൈറ്റിനെക്കാട്ടിലും കൂടുതൽ ഫീസ് വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിന്റെ വെരിഫിക്കേഷൻ ആണെങ്കിലും പിന്നെ നമ്മൾ വെരിഫിക്കേഷന് കൊണ്ടുപോകണത്, അങ്ങനത്തെ ഒരുപാട് ചാർജസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് മുൻപോട്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സർവീസ് ചാർജ് വാങ്ങിക്കഴിഞ്ഞാലാണല്ലോ അഡ്മിഷൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പേര് അങ്ങനെ ഒരു സംശയം, നിങ്ങൾ സൈറ്റിൽ കാണുന്നതിനെക്കാട്ടിലും ഫീസ് കൂടുതൽ വാങ്ങുന്നുണ്ട് അതൊക്കെ. അപ്പം അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ അഡ്മിഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ റിലേറ്റ് ചെയ്ത് ക്ലാസ്സസും പിന്നെ സിലബസിൻ്റെ ഡിസ്കഷൻസും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. താങ്ക്